നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഒരുപാട് പേര് വണ്ണം കുറയ്ക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. വണ്ണം കുറയ്ക്കാനുള്ള ഒരുപാട് എക്സസൈസ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അവർക്കെല്ലാം വണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലെയാണ് വണ്ണം കൂട്ടാനുള്ള ആൾക്കാരുമുണ്ട്. ഇപ്പോൾ ഹൈറ്റും വെയ്റ്റും കറക്റ്റ് അല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കും അറിയണം, അവർക്കും വണ്ണം വേണമല്ലോ. വണ്ണം വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വണ്ണം വയ്ക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പോൾ വണ്ണം വയ്ക്കാനുള്ള ആൾക്കാർ ചോദിക്കുന്നത്, അവർക്ക് ഇപ്പോൾ അവരുടെ അവയവങ്ങൾ, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും, അവരുടെ അവയവങ്ങൾക്ക് വോളിയം കുറവാണ്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് സ്ത്രീകളുടെ കാര്യമാണ്. ഇപ്പോൾ സ്ത്രീകളുടെ ശരീരം വണ്ണം വയ്ക്കണമെങ്കിൽ എന്തിനും നമുക്ക് ബേസ് എന്ന് പറഞ്ഞത് വ്യായാമം തന്നെയാണ്, അത് അടിസ്ഥാനം. അപ്പോൾ ആ വ്യായാമം ചെയ്യാതെ ഒരു കാരണവശാലും നമുക്ക് വണ്ണം വെപ്പിക്കാമെന്ന് വെച്ചാൽ നമ്മളൊരു മരുന്നും മന്ത്രമൊന്നും ഉള്ള ഒരാളല്ല ഞാൻ എന്തും വ്യായാമത്തിൽ കൂടെ മാത്രമേ നേടിയെടുക്കാൻ പറയുള്ളൂ. ഒരു കാരണവശാലും ഒരു മരുന്നും ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യില്ല. എനിക്കത് അറിയത്തില്ല. കാരണം മരുന്ന് എഴുതി തരാനൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല. ഞാൻ ഒരിക്കലും എന്നിൽ നിന്ന് ഒരിക്കലും ആരും നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ഞാൻ എപ്പോഴും വ്യായാമവും ആഹാരവും, അത് നമ്മൾ വീടുകളിൽ എന്നും കഴിക്കുന്നത്, നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന സുലഭമായി കിട്ടുന്ന വില കുറഞ്ഞ സാധനങ്ങളായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യാം. അല്ലാതെ അമ്പിളിയമ്മാവനെ പിടിച്ചു തരാനോ അല്ലെങ്കിൽ മരുത്തോ മലയിൽ പോയി എടുത്തുകൊണ്ട് വരാനൊന്നും ഞാൻ നിങ്ങൾക്ക് ഡയറ്റ് പറഞ്ഞില്ല. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഡയറ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വണ്ണം വയ്ക്കുന്നവരുടെ കാര്യത്തിലോട്ടും ഞാൻ ശ്രദ്ധിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് വണ്ണം വയ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും വ്യായാമം ചെയ്യുക. അതെങ്ങനെ? നിങ്ങൾ സാധാരണ വണ്ണം കുറയ്ക്കാനുള്ള ആൾക്കാർ നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ഇല്ലാതെ ചെയ്യും. പക്ഷേ വണ്ണം കൂട്ടാനുള്ള ആൾക്കാർ നമ്മൾ അരമണിക്കൂർ വ്യായാമം ചെയ്യാം. 1 മണിക്കൂർ വ്യായാമം ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ റെസ്റ്റ് എടുത്ത് ചെയ്താൽ മതി. നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന വ്യായാമങ്ങൾ നിങ്ങൾ അല്പം റെസ്റ്റ് എടുത്ത് ചെയ്താൽ മതി. എന്താണെന്നറിയാം, നിങ്ങൾക്ക് ദഹനശേഷി കുറവായിരിക്കും, നിങ്ങളുടെ ശരീരത്തിൽ ദഹനശേഷി കുറവായിരിക്കും. അപ്പോൾ അത് ദഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ അരമണിക്കൂറോ 3/4 മണിക്കൂറോ വ്യായാമം ചെയ്യുന്നു. ആ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ദഹിപ്പിച്ച് നമ്മൾ ആവശ്യമുള്ള സാധനം ദഹിപ്പിച്ചെടുക്കുന്നു. പക്ഷേ അതനുസരിച്ച് ദഹിപ്പിച്ചെടുക്കാൻ നമ്മൾ അതിന് ആഹാരം കൊടുക്കണം. വെറുതെ ദഹിക്കില്ലല്ലോ, വെറുതെ നമുക്ക് വ്യായാമം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതൊന്നും. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളത് വിരയിളക്കിയിട്ട്, ഈ വിരയിളക്കുക എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പല ജില്ലയിൽ നിന്നും എന്നെ വിളിക്കുമ്പോൾ ഞാൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും പുരുഷൻ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ചോദിക്കുമ്പോൾ അവർക്ക് പലർക്കും വിര എന്ന് പറയുമ്പോൾ അവർക്കൊരു എന്താ വിര എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ഇങ്ങനെ വിരയ്ക്കുള്ള ഗുളിക എന്ന് പറഞ്ഞാൽ അവർ തരും. വിരശല്യം കുറയ്ക്കാനാണെന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ് ഞാൻ അയക്കാറുണ്ട്. അതിന് വിര എന്നപ്പുറം എനിക്ക് വേറെ എന്താണ് പറയുന്നത് എനിക്കും ഈ പറഞ്ഞ ഒരു ഐഡിയ ഇല്ലാതെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് വിരശല്യം എന്നാണ് നമ്മൾ സാധാരണ പറയുന്നില്ല, വിരയുടെ ശല്യം ഉണ്ട്, വയറിനകത്തുണ്ടാകുന്ന വിരശല്യം. അപ്പോൾ ആ വിരശല്യം കാരണവും നമുക്ക് ഉണക്ക് വരാം, ആ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണക്ക് വരാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ വ്യായാമം ചെയ്യുന്നതിന് മുൻപേ നമുക്ക് വിരശല്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ 6 മാസം കഴിഞ്ഞ് വിര ഇളക്കിയിട്ട് അല്ലെങ്കിൽ വിരയെ നശിപ്പിച്ചിട്ട് 6 മാസം കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും വിരയ്ക്കുള്ള ഗുളിക, അതായത് വിരയെ നശിപ്പിക്കാനുള്ള ഒരു ഗുളിക കഴിച്ചതിന് ശേഷം നമ്മൾ വ്യായാമം ചെയ്യണം. വ്യായാമം നമ്മൾ എല്ലാ തരത്തിലെ വ്യായാമം നമ്മൾ സാധാരണ ചെയ്യുന്ന വ്യായാമം മതി, അതിനകത്ത് റെസ്റ്റ് എടുത്ത് ചെയ്താൽ മതി. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നിങ്ങൾ വ്യായാമം ചെയ്യുക. വ്യായാമം ചെയ്തതിന് ശേഷം 10 മിനിറ്റുള്ളിൽ നിങ്ങൾ ആഹാരം കഴിച്ചിരിക്കണം. വ്യായാമം കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് മുട്ട കഴിക്കാം, മുട്ടയുടെ മഞ്ഞ കഴിക്കാം, പാല് കുടിക്കുമ്പോൾ അതിൻ്റെ പാട കളയേണ്ട. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് എല്ലാം ആഹാരം കഴിക്കാം, കുറച്ച് വ്യായാമം ചെയ്താൽ മതി. വണ്ണം കൂടാനുള്ളവർക്ക് കൊഴുപ്പുള്ള ആഹാരം കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പ് വന്ന് തടി വയ്ക്കുമ്പോൾ, അതായത് വണ്ണം വയ്ക്കുമ്പോൾ നിങ്ങളുടെ അവയവങ്ങൾക്ക് വലിപ്പമുണ്ടാവും. അല്ലാതെ ഒരു കാരണവശാലും പ്രോട്ടീൻ ആഹാരം കഴിച്ചാൽ മാത്രം പോരാ. ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രോട്ടീൻ അടങ്ങിയ ആഹാരം മാത്രം കഴിച്ചാൽ പോരാ. അതായത് വണ്ണം കൂട്ടണമെങ്കിൽ കൊഴുപ്പുള്ള ആഹാരം കൂടി നമ്മൾ കഴിക്കണം. അപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് കൊഴുപ്പ് കഴിക്കണമെന്നില്ല, ആവശ്യത്തിനുള്ള കൊഴുപ്പും കൂടി നമ്മുടെ ശരീരത്തിൽ ചെന്നാലേ ശരീരത്തിന് വോളിയം ഉണ്ടാകത്തുള്ളൂ. ആ വോളിയം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങൾക്കുള്ള അവയവം, കാരണം വെച്ചാൽ കാലിൻ്റെ തുടയായാലും ചന്തിയായാലും അതുപോലെ ബ്രസ്റ്റ് ആയാലും കൈയുടെ വണ്ണം ആയാലും എല്ലാം ഒരുപോലെ വണ്ണം വയ്ക്കും. ഒരുപോലെയാണ് ഫാറ്റ് വയ്ക്കുന്നത്, ഒരുപോലെയാണ്. അത് ഒരു ഭാഗം മാത്രമായിട്ട് ഒരിക്കലും വരത്തില്ല, ശരീരത്തിൻ്റെ മൊത്തത്തിൽ. അപ്പോൾ നിങ്ങൾ വ്യായാമം ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്തെന്നറിയോ? നിങ്ങൾക്ക് ഓവർ വണ്ണം ഉണ്ടാകത്തില്ല. എന്താണെന്നറിയോ? നമുക്ക് ഓവർ വണ്ണം വരാതിരിക്കാൻ അധിക ഫാറ്റ് നമ്മൾ അടിച്ച് കളയുന്നുണ്ട് ഡെയിലി വ്യായാമം ചെയ്ത്. മനസ്സിലായില്ലേ? അധിക ഫാറ്റ്, ഒരുപാട് ഫാറ്റ് കയറാത്ത രീതിയിൽ ആവശ്യത്തിന് മാത്രം ബോഡിയിൽ ഫാറ്റ് കയറുള്ളൂ. അധിക ഫാറ്റ് കംപ്ലീറ്റ് നിങ്ങൾ അന്നന്ന് ഒരു 45 മിനിറ്റോ അരമണിക്കൂറോ വ്യായാമം ചെയ്യുന്നവരെ പൊയ്ക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള കൊഴുപ്പെടുത്ത് നിങ്ങളുടെ ശരീരത്തിന് വോളിയം ഉണ്ടാകും. അപ്പോൾ എന്താ, നല്ല ഭംഗിയുള്ളൊരു ഒരു ശരീരം നിങ്ങൾക്ക് കിട്ടും. ആൺപിള്ളേർക്കാണെങ്കിലും പെൺപിള്ളേർക്കാണെങ്കിലും നല്ല സൂപ്പർ ഒരു ബോഡി, നിങ്ങൾ അവയവങ്ങൾക്ക് ആവശ്യത്തിന് വലിപ്പവും സൗന്ദര്യവും എല്ലാം ഉള്ള ഒരു ഒരു ശരീരം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുണ്ടാകും. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, വ്യായാമം ചെയ്യാതെ ഒരു കാരണവശാലും നിങ്ങൾ ആഹാരം വലിച്ച് കയറ്റിയാലുണ്ടാകുന്ന കുഴപ്പം, ഒരു പക്ഷേ ബാക്കി ഒരു ഭാഗം വന്നില്ലെങ്കിലും വയറ് മാത്രം അങ്ങ് തള്ളും.
മറ്റു ഒരു അവയവവും തള്ളൂല. ഈ കൊഴുപ്പെല്ലാം കൂടി വന്ന് കയറി വയറ് തള്ളി അങ്ങ് പിന്നെ ഈ ആമ്പിളരാണെങ്കിലും പെമ്പിളരായാലും നിത്യഗർഭിണിയെ പോലും നടക്കേണ്ടി വരും. അപ്പോൾ അത് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കാരണവശാലും വ്യായാമം ഒഴിവാക്കി നിങ്ങൾ വണ്ണം വയ്ക്കാൻ ശ്രമിക്കരുത്. വ്യായാമം ഒഴിവാക്കാതെ വ്യായാമം കൂടി ഉൾപ്പെടുത്തി ആഹാരം, കൊഴുപ്പുള്ള ആഹാരം, ആവശ്യത്തിന് മുട്ടയുടെ മഞ്ഞ, കോഴി പൊരിച്ചത്, ഉഴുന്നുവട, പരിപ്പുവട, വാഴയ്ക്കപ്പം, അതുപോലെ ബേക്കറി പലഹാരം പരമാവധി ഒഴിവാക്കണം. ബേക്കറിയും മൈദയും ഞാൻ പരമാവധി ഒഴിവാക്കാൻ പറയാം. അതും കഴിച്ച് ആരും വണ്ണം വയ്ക്കത്തുമില്ല, വണ്ണം വെച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. സാധാരണ ആഹാരം നമുക്ക് പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കഴിക്കാം, മധുരക്കിഴങ്ങ് പുഴുങ്ങി കഴിക്കാം, സാധാരണ കപ്പ, ചീനി, പല ജില്ലയിലും പല പല പേരാണ് പറഞ്ഞത്. തൃശ്ശൂർ കൊള്ളി എന്ന് പറയും, അതുപോലെ പല കപ്പയെന്ന് പറയും, ചീനി എന്ന് പറയും, നമ്മുടെ അവിടെ ചിലവർ മരിച്ചീനി എന്ന് പറയും. അപ്പോൾ അതുപോലെ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ പേരാണ് അതിനെ പറയുന്നത്. അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വണ്ണം വയ്ക്കുന്നവർക്ക് എല്ലാം കഴിക്കാം. സമയത്തിന് നിങ്ങൾ കഴിച്ചാൽ മതി. എല്ലാ പച്ചക്കറികളാവട്ടെ, പഴവർഗ്ഗങ്ങളാവട്ടെ, ഇറച്ചി ഐറ്റങ്ങളാവട്ടെ, മുട്ട, പാല്, മറ്റെല്ലാം കഴിക്കാം. പക്ഷേ അരമണിക്കൂർ 3/4 മണിക്കൂർ വ്യായാമം കൂടെ ചെയ്യണം. വ്യായാമം ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ, വ്യായാമം ചെയ്തില്ലെങ്കിൽ ബാക്കി ഭാഗത്ത് കൊഴുപ്പ് ഇറങ്ങുന്നത് പോലെ വയറിലും കൊഴുപ്പ് വരും, നിങ്ങളെ കാണാൻ ഒരു ഭംഗിയും കാണില്ല. അപ്പോൾ അതുകൊണ്ട് വ്യായാമം ചെയ്യുമ്പോൾ അന്നന്ന് കഴിക്കുന്ന ആഹാരത്തിലെ കൊഴുപ്പ് പുറത്ത് പോയി ആവശ്യത്തിന് പോവും. ആവശ്യമുള്ളത് ശരീരത്തിലെടുത്ത് നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ വലുതാവും. അത് സ്ത്രീകളെ സംബന്ധിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അവയവങ്ങൾ വലുതാകുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചോ അതനുസരിച്ചുള്ള ശരീരം നിങ്ങളെ ബോഡിയിൽ അത് ഉണ്ടായിരിക്കാൻ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രീതി. ഇനി അടുത്ത് പുരുഷന്മാരുടെ കാര്യത്തിലോട്ട് പോകാം. നമുക്ക് പുരുഷന്മാർ വ്യായാമം ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കഴിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് കുറച്ച് മസിലുകളുണ്ട്. അപ്പോൾ അവിടെ മസിലും കൂടി ഡെവലപ്പ് ചെയ്യണം വ്യായാമം ചെയ്യുന്നതിനനുസരിച്ച്. മറ്റ് ഈ പറഞ്ഞതെല്ലാം ഒരുപോലെ തന്നെയാണ്. കാരണം ബേസ് എന്നുള്ള രീതിയിൽ എന്താണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്, എന്താണ് വേര ഇളക്കുക. വേര ഇളക്കിയിട്ട് അടുത്ത് ചെയ്യേണ്ടത് എന്താണ്, അരമണിക്കൂർ 3/4 മണിക്കൂർ വ്യായാമം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്താണ് ഫുഡ് കഴിക്കുക. അപ്പോൾ ഇത് തന്നെയാണ്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കുറഞ്ഞാലും കുഴപ്പമില്ല. കാരണം കുറച്ച് ഫാറ്റുള്ള ആഹാരം കയറിയാലേ അവർക്ക് അവരുടെ അവയവങ്ങൾക്ക് കുറച്ച് പെട്ടെന്ന് വോളിയം വരത്തുള്ളൂ. പുരുഷന്മാരെ സംബന്ധിച്ച് പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കൂടുതൽ കഴിക്കണം. കാരണം നമുക്ക് മസിലും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മസിൽ ഡെവലപ്പും കൂടെ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വ്യായാമത്തിനനുസരിച്ച് നമ്മൾ മസിൽ ഡെവലപ്പ് ചെയ്യണ്ടേ. അപ്പോൾ മസിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പ്രോട്ടീനുള്ള അടങ്ങിയ ആഹാരം കൂടെ കഴിക്കണം. അത് കൊഴുപ്പ് മാത്രം കയറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് വേറൊരു നമ്മളെ സംബന്ധിച്ച് വേറൊരു പ്രശ്നത്തിലോട്ട് പോകും. കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ബോഡി പോലെ ഏകദേശം ആയിപ്പോകും. നമുക്ക് അങ്ങനെയല്ലല്ലോ. കാരണം പുരുഷന്മാരുടെ ബോഡി സ്ത്രീകളുടെ രണ്ടും തന്നെയാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും പ്രോട്ടീൻ അടങ്ങിയ, അതായത് പയറ് വർഗ്ഗങ്ങൾ, മുട്ടയുടെ മഞ്ഞ, ഇപ്പോൾ 4 മുട്ട കഴിക്കണമെങ്കിൽ 2 മുട്ടയുടെ മഞ്ഞ കഴിക്കാം. 2 മുട്ടയുടെ മഞ്ഞ കഴിക്കണ്ട. ഇപ്പോൾ 6 മുട്ട നിങ്ങൾ ഒരു ദിവസം കഴിക്കണമെങ്കിൽ 3 മുട്ടയുടെ മഞ്ഞ കഴിക്കാം. വണ്ണം വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ മഞ്ഞയുടെ അളവ് കുറയ്ക്കണം. അതുപോലെ ചെയ്യുക. പിന്നെ പയറ്, അതുപോലെ പാല് കുടിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പാടയൊന്നും എടുത്ത് കളയണ്ട, അതിൻ്റെ കൊഴുപ്പ് ഉൾപ്പെടെ കുടിക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വണ്ണം വെച്ചു ആവശ്യത്തിന് മതിയെന്ന് തോന്നുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഡയറ്റ് അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഡയറ്റിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എന്നെ വിളിച്ചാലും ഞാൻ പറഞ്ഞുതരും. ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ബോഡി വെയിറ്റ് കുറയ്ക്കേണ്ട ആൾക്കാരുടെ ഡയറ്റ് ഉണ്ട്, അത് നോക്കിയാലും മതി. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ രീതി. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, പുരുഷന്മാരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ പുരുഷന്മാർ പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കൂടുതൽ കഴിക്കുക. സ്ത്രീകളെ സംബന്ധിച്ച് പ്രോട്ടീനുള്ള അടങ്ങിയ ആഹാരം കഴിക്കുന്നതിനോടൊപ്പം കുറച്ച് കൊഴുപ്പുള്ള ആഹാരം കൂടെ കഴിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീര അവയവങ്ങളും വലുതാവും. നിങ്ങൾ എന്തുദ്ദേശിച്ചു അതനുസരിച്ച് നിങ്ങൾക്ക് ഒരു ശരീരം ഉണ്ടാവും. അതുപോലെ പുരുഷന്മാർ തീരെ മെലിഞ്ഞിരിക്കുന്നവർക്ക് ശരീരം ഉണ്ടാവാൻ വേണ്ടി ഇതുപോലെ ചെയ്താൽ അവർക്ക് കുറച്ച് പ്രോട്ടീനുള്ള ആഹാരം കൂടുതൽ കഴിക്കുകയും കുറച്ച് കൊഴുപ്പുള്ള ആഹാരം കഴിച്ചാൽ അവർക്കും അവരുടെ ശരീരത്തിന് അതനുസരിച്ചുള്ള ആരോഗ്യമുള്ള ഒരു നല്ലൊരു ബോഡി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വീട്ടിൽ ചെയ്യുന്നവർക്ക് ധാരാളം ഇത് മതി. പിന്നെ ജിമ്മിലൊക്കെ പോയി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അവിടുത്തെ ഇൻസ്ട്രക്ടർമാരോടൊന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ ബോഡി ലാംഗ്വേജും നിങ്ങളുടെ ബോഡിയുടെ ഷേപ്പും നിങ്ങളുടെ ബോഡി ഏത് രീതിയിലാണെന്നൊക്കെ അവർക്ക് മനസ്സിലാവും. അതനുസരിച്ച് നിങ്ങൾക്ക് നല്ല പ്രോട്ടീൻ പൗഡർ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ പറയുന്ന പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. എപ്പോഴും നമ്മൾ ഏതൊരു ജിമ്മിൽ പോയാലും നമ്മളെ ഇൻസ്ട്രക്ടർമാർ, അതായത് നമ്മളെ പഠിപ്പിക്കുന്ന ആളിനെ അവർ പറയുന്നത് അനുസരിക്കുക, അവരെ സ്നേഹിക്കുക, അവരോടൊപ്പം നിൽക്കുക, അവരെ വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം അവർ കാരണം നിങ്ങൾക്ക് ഒരു ദോഷം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അവർ നല്ല കോച്ചിങ് തരും, നല്ല പ്രോട്ടീൻ പൗഡറും പറഞ്ഞു തരും. അപ്പോൾ അതുപോലെ ജിമ്മിൽ പോകുന്നവർ ആ ലെവലിൽ ചിന്തിക്കുക. ജിമ്മിൽ പോകാതെ വ്യായാമം വീട്ടിൽ ചെയ്യുന്നവർ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യുക. എന്തായാലും ബേസ്, അതായത് അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യായാമം തന്നെയാണ്. വ്യായാമം ഒഴിവാക്കി നിങ്ങൾ ആരും വണ്ണം വയ്ക്കാനും പോകുന്നില്ല, ഇനി നിങ്ങൾ വണ്ണം കുറയ്ക്കാനും പോകുന്നില്ല. ഒരാളും വണ്ണം വയ്ക്കാനും പോകുന്നില്ല. വണ്ണം എന്ന് പറയുന്നത് എല്ലാവർക്കും വയ്ക്കാം. തടി, അതായത് വണ്ണം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വണ്ണത്തിനെ നമ്മൾ വണ്ണം എന്ന് പറഞ്ഞാൽ, തടി എന്ന് പറയുന്നത് നല്ല കാണാൻ ഭംഗിയും നല്ല ഷേപ്പൊക്കെ ഉള്ള ആളാണ് നല്ല തടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വണ്ണം വയ്ക്കാൻ
നിങ്ങൾ ആരെക്കൊണ്ട് സാധിക്കും? കുറേ വയറ് ഇറക്കി കുറേ ചന്തി തള്ളി നടക്കാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷേ അത് ഷേപ്പാക്കി കൊണ്ട് നടന്ന് നല്ല ഒതുക്കമുള്ളൊരു ശരീരം നമുക്ക് കിട്ടണമെങ്കിൽ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സിട്ട് നമുക്ക് 4 പേരെ മുൻപിൽ വന്ന് നിന്ന് നിൽക്കണമെങ്കിൽ, തല കുനിയാതെ നേരെ നിൽക്കണമെങ്കിൽ, മാറി നിൽക്കാതെ ഒരാളുടെ പുറകിൽ നിൽക്കാതെ നേരെ നിൽക്കണമെങ്കിൽ വ്യായാമം ചെയ്തേ പറ്റൂ. വ്യായാമം എന്ന വളരെ പ്രധാനപ്പെട്ട സാധനം നമ്മൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഇനി എന്ത് സമ്പാദിച്ചെന്ന് പറഞ്ഞാലും, ഇനി എന്ത് നേടിയെന്ന് പറഞ്ഞാലും ഞാൻ പറയാം, നിങ്ങൾ ഒരു ചുക്കും നേടിയില്ലെന്ന് പറയും, നിങ്ങളൊന്നും നേടിയില്ലെന്ന് പറയും. നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ ബേസ് എന്നുള്ള രീതിയിലുള്ള സാധനം നമ്മൾ ആരോഗ്യം നമുക്ക് ഇല്ലെങ്കിൽ നമുക്കൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വ്യായാമം ചെയ്ത് ആഹാരം കഴിച്ച്, ഇതുപോലെ കൊഴുപ്പുള്ള ആഹാരം കഴിച്ച് വണ്ണം വയ്പ്പിക്കുക. വ്യായാമം ചെയ്ത് നല്ല പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കഴിച്ച് നല്ല തടി പയ്യന്മാരുണ്ടാക്കി വയ്ക്കുക, അതായത് പുരുഷന്മാരുണ്ടാക്കുക. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ സുഖം വേറെ ഒന്നുമില്ല. അപ്പോൾ മനസ്സിലായല്ലോ? ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ അതനുസരിച്ച് വ്യായാമം ചെയ്ത് നല്ല ആരോഗ്യവാനും ആരോഗ്യമായിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ.